മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു തേടി. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. 7:54 മരണം സ്ഥിരീകരിച്ചത്. വൈകിട്ട് 7 മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 1 വർഷത്തിലധികമായി തൃശൂർ അമൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം മറ്റന്നാൾ വൈകിട്ട് നടക്കും. തൃപ്പൂണിത്തറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്തമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി 1944 മാർച്ച് 3 എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത്. പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി. വിദ്യാഭ്യാസ കാലഘട്ടമെല്ലാം ഇവിടെയായിരുന്നു. ഗായകൻ യേശുദാസിന്റെ സുഹൃത്തായിരുന്ന ജ്യേഷ്ഠൻ സുധാകരൻ വഴിയാണ് ജയചന്ദ്രൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നുവരുന്നത്. 1965 കുഞ്ഞാലിമരയ്ക്കാർ എന്ന പടത്തിൽ പി ഭാസ്കരന്റെ രചനയായ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ചിദംബരനാഥിന്റെ സംഗീതത്തിൽ പാടി. ആ ചിത്രം പുറത്തു വരുന്നതിന് മുന്നേ മദ്രാസിൽ നടന്ന ഒരു ഗാനമേളയിൽ ജയചന്ദ്രൻ പാടിയ 2 പാട്ടുകൾ കേട്ട സംവിധായകൻ എ വിൻസെന്റിന്റെ ശുപാർശ പ്രകാരം സംഗീത സംവിധായകൻ ജി ദേവരാജൻ പി ഭാസ്കരന്റെ രചനയായ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം കളിത്തോഴൻ എന്ന ചിത്രത്തിനായി പാടിച്ചു. ഈ ചിത്രം 1967 പുറത്തുവരികയും ഗാനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. പിന്നീട് അനുരാഗ ഗാനം പോലെ രാജീവ നയനെ നീയുറങ്ങൂ, രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം, പ്രായം നമ്മിൽ മോഹം നൽകി, നിൻമണിയറയിലെ, മറന്നിട്ടുമെന്തിനോ, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി, ഉപാസന, കരിമുകിൽ കാട്ടിലെ തുടങ്ങി ഒട്ടനവധി മനോഹര ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. 6 പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിൽ 1000-ലേറെ പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ സ്വരം സിനിമകളിൽ മാത്രമല്ല ലളിതഗാനത്തിലും ഭക്തിഗാനത്തിലും തരംഗമായി മാറിയിരുന്നു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രന്റെ ഗാനങ്ങൾ ശ്രദ്ധ നേടി. ഈ ഭാഷകളിലെല്ലാം കൂടി 16,000-ൽ-ഏറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. 2008 AR റഹ്മാൻ സംഗീതം നൽകിയ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്ക യാഗ്നിക്കൊപ്പം പാടിക്കൊണ്ട് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്ത് എത്തുന്നത്. 5 തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും തമിഴ്നാട് സർക്കാരിന്റെ കലൈമമണി ബഹുമതി, 4 വട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട്. 2021 കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു.